ഏവർക്കും സ്വാഗതം, വെൽക്കം. ദീർഘനാളുകളായി ഏതാണ്ട് 50 വർഷത്തോളവും ഞാൻ പാടെ മറന്നു കഴിഞ്ഞിരുന്ന ഏലിക്കുട്ടിയെ ഒന്നോർക്കാൻ ഇടയായ സാഹചര്യത്തെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഇതിൽ വലിയ ചിന്തകളൊന്നും അടങ്ങിയിട്ടില്ല, അനുഭവം മാത്രമാണ്. അതുകൊണ്ട് ആർക്കും ഇതൊരു ഭാരമായി തോന്നുകയില്ല എന്നൊരു ആശ്വാസം എനിക്കുണ്ട്. നിങ്ങളെ ഭാരപ്പെടുത്താൻ സാധ്യതയില്ല എന്നതിനെപ്പറ്റി ഞാൻ ഭാരപ്പെടേണ്ട ആവശ്യമില്ലാതെ ഇപ്രകാരം ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആ സന്തോഷത്തിൽ നിങ്ങളും പങ്കുചേരും എന്നെനിക്ക് പ്രത്യാശയുണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ അരനൂറ്റാണ്ടോളം പാടെ മറന്നുപോയ ഏലിക്കുട്ടിയെ ഇപ്പോൾ പെട്ടെന്ന് ഓർക്കാനിടയായത്? അതിനെന്നെ സഹായിച്ചത് തിരുവനന്തപുരം പേരൂർക്കട മാർത്തോമ പള്ളി, എബനേസർ മാർത്തോമ പള്ളി, അവിടെ നടന്ന സംഭവമാണ്. ആ സംഭവത്തെപ്പറ്റി ഞാൻ ഇനിയും വീഡിയോ ചെയ്യുകയില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു. അതിന് മാറ്റമില്ല. ഈ വീഡിയോയുടെ കേന്ദ്രബിന്ദു എബനേസർ മാർത്തോമ പള്ളിയല്ല, പിന്നെയോ ഏലിക്കുട്ടിയാണ്. അതുകൊണ്ട് ഞാൻ ഏലിക്കുട്ടിയെ ഓർക്കാനായി എബനേസർ മാർത്തോമ പള്ളിയിൽ നടന്ന സംഭവം സഹായിച്ചു എന്നത് മാത്രമാണ് ഈ വീഡിയോയും ആ സഭയുമായിട്ടുള്ള ബന്ധം. ഓർമ്മ പുതുക്കുന്നതിന് സഹായിച്ചത് എന്താണ്? ഈ സംഭവത്തെപ്പറ്റി ഞാൻ ചെയ്ത വീഡിയോകളോട് പ്രതിഷേധിച്ച് ആ സഭയിലെ ഒരു സഭ എരിവുകാരൻ ഞാൻ അസത്യമാണ് പരത്തുന്നത് എന്ന ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ വളരെ താഴ്മയോടെ അദ്ദേഹത്തോട് അപേക്ഷിച്ചു, ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നത് നിങ്ങളുടെ പക്ഷത്ത് നിന്ന് നിങ്ങൾക്ക് പറയാനുള്ളത് കാണിച്ച് ഒരു ചെറിയ ഓഡിയോ ക്ലിപ്പ് അയച്ചു തന്നാൽ അതിനെ ആസ്പദമാക്കി എൻ്റെ തെറ്റുകൾ തിരുത്തുകയും നിങ്ങളുടെ ഓഡിയോ എല്ലാവർക്കും കേൾക്കത്തക്കമുള്ള ക്രമീകരണം ഞാൻ ഒരുക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പ്രതികരിച്ചത്, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുകയില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ എൻ്റെ ഓഡിയോ ക്ലിപ്പ് മുഖാന്തരം നിങ്ങളുടെ റീച്ച് വർദ്ധിക്കും, അത് ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം. അതാണ് എന്നെ ഏലിക്കുട്ടിയെ ഓർമ്മിപ്പിക്കാൻ ഇടയായത്. അപ്പം എന്താണ് ഈ എബനേസർ മാർത്തോമ പള്ളിയും പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഏലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധം? ഇത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പങ്കിടാൻ. അപ്പം ഏലിക്കുട്ടി വളരെ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു. അവിടെ നാളുകൾ എപ്പോഴും പ്രാർത്ഥിച്ചും മറ്റുള്ളവരെ ഉപദേശിച്ചും വലിയ വായനാശക്തിയൊന്നും ഇല്ലാതിരുന്നിട്ടും വേദപുസ്തകം വായിച്ചും ഒത്തിരി ഭാഗങ്ങൾ കാണാപ്പാഠം പഠിച്ചും വലിയ സാമ്പത്തിക ശേഷി ഇല്ലാതിരുന്നിട്ടും വളരെയധികം ദാനധർമ്മം ചെയ്തു സഭാസംബന്ധമായ എല്ലാ ആചാരങ്ങളും മുറതെറ്റിക്കാതെ ആചരിച്ചും, പ്രത്യേകിച്ച് നോമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്നു, അച്ഛനെ കാണുമ്പോൾ എല്ലാം മറന്ന് എഴുന്നേറ്റ് നിൽക്കുന്നു, തിരുമേനിയെ ദൂരെ നിന്ന് കാണാനുള്ള ഭാഗ്യം പോലും ഏലിക്കുട്ടിക്ക് ലഭിച്ചില്ല എങ്കിലും തൻ്റെ സ്വകാര്യ പ്രാർത്ഥനയിൽ എല്ലാ തിരുമേനിമാരെയും, പേരറിയാവുന്ന എല്ലാ തിരുമേനിമാരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായ മത ആചാരങ്ങളിൽ കൂടെ തീർച്ചയായും തനിക്കൊരു വലിയ മണിമാളിക സ്വർഗത്തിൽ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഏലിക്കുട്ടി തൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗവും നയിച്ചത്. ആ നാട്ടുകാരെല്ലാം ഞങ്ങളുടെ ഇടയിലുള്ള പൊതുവായ അക്കാലത്തെ സംഭാഷണം എല്ലാവരും ഒന്നുപോലെ സമ്മതിച്ച കാര്യമാണ്, ഈ സ്ത്രീ മരിച്ചാൽ അവ സ്വർഗത്തിൽ പോകും. ഏലിക്കുട്ടിക്കില്ലാത്ത സ്വർഗം മറ്റാർക്കും ലഭിക്കുകയില്ല എന്നതായിരുന്നു പൊതുവായ ധാരണ. അങ്ങനെയിരിക്കെ ഏലിക്കുട്ടി മരിച്ചു. പക്ഷേ പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട്, മറ്റാരുടെയുമല്ല, ഏലിക്കുട്ടിയാണ്,
പ്രതീക്ഷകളെ തകിടം മറിച്ചുകൊണ്ട് ഏലിക്കുട്ടി ചെന്ന് പെട്ടത് നരകത്തിലാണ്. വളരെ ഇച്ഛാഭംഗത്തോടുകൂടെ അങ്ങനെ നരകത്തിൽ കിടന്നു. എന്നിട്ടും ഏലിക്കുട്ടി വിട്ടില്ല. പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ മനം ഉരുക്കാം, മനസ്സലിയിപ്പിക്കാം എന്ന പ്രതീക്ഷ കൈവിടാൻ ഏലിക്കുട്ടിക്ക് മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് പ്രാർത്ഥിച്ച് നരകത്തെ പോലും ശ്വാസം മുട്ടിച്ചു എന്നാണ് ഞങ്ങളുടെ നാട്ടിലെ ജനസംസാരം. ഞങ്ങളുടെ നാട്ടിലുള്ള കല്ലുമലയുള്ള ആളുകൾ ഇച്ചിരി പെശകാണ് നിങ്ങൾക്കറിയാം. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഞാനും. അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട, ഇതുവരെയുള്ള വീഡിയോകൾ കേട്ടാൽ നിങ്ങൾക്കറിയാം. അപ്പോൾ അങ്ങനെ നരകത്തിൽ ഇരുന്നും കിടന്നും നടന്നും പ്രാർത്ഥിച്ച് ഏലിക്കുട്ടി പത്രോസിൻ്റെ ശ്വാസം മുട്ടിച്ചു. അപ്പൊ പത്രോസ് എന്ന് ദൈവത്തോട് പറഞ്ഞു, അവരിത്രയും പ്രാർത്ഥിക്കുന്നില്ല, ഇത്രമാത്രം ഭക്തയായ സ്ത്രീ, എനിക്ക് തെറ്റ് പറ്റിയോണ്ടായിരിക്കും അങ്ങനെ അബദ്ധത്തിൽ അവരെ അങ്ങോട്ട് പറഞ്ഞോട്ട് അവരിങ്ങോട്ട് വരേണ്ടതായിരിക്കാം. അപ്പോൾ ദൈവം പറഞ്ഞാലല്ല, നിനക്ക് തെറ്റ് പറ്റിയതില്ല, നീ ചെയ്ത് ശരി തന്നെയാണ്. അവൾക്ക് ഇവിടെ വരാനുള്ള യാതൊരു യോഗ്യതയുമില്ല, കാരണം അവിടെ മനസ്സിലിരിപ്പ് അങ്ങനെയാണ്. എന്നിട്ട് പത്രോസ് വിടുമ്പോൾ പത്രോസും പിടിച്ചു. അപ്പോൾ ആദ്യത്തെ ദിവസം കഴിഞ്ഞു, ദൈവം സമ്മതിച്ചില്ല. രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു, ദൈവം സമ്മതിച്ചില്ല. അങ്ങനെ 10-15 ദിവസം നിരന്തരമായി പത്രോസ് ദൈവത്തെ ശ്വാസം മുട്ടിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യും, അവളെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലോട്ട് കൊണ്ടുവരുവാൻ എന്തെങ്കിലും പഴുതുണ്ടോ എന്ന് നീ ഒന്ന് അന്വേഷിക്കും, ഉണ്ടെങ്കിൽ നമുക്കത് പരിഗണിക്കും. അപ്പം പത്രോസിനും സന്തോഷമായി, ദൈവത്തിന് ആശ്വാസവുമായി. അങ്ങനെ പത്രോസ് നാട്ടിൽ വന്ന് ഏലിക്കുട്ടി ജീവിച്ചിരുന്ന കാലത്ത് അവരെ പരിചയമുള്ള എല്ലാവരെയും സന്ദർശിച്ചു. ഏലിക്കുട്ടി ചെയ്ത എന്തെങ്കിലും നന്മ പറയാനുണ്ടോ എന്ന അന്വേഷണമാണ്. ആ കെയർ ഓഫിൽ ഏലിക്കുട്ടിയെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലോട്ട് കൊണ്ടുപോകാം എന്ന ഒരു വലിയ താല്പര്യത്തിലാണ് പത്രോസ് ഈ സാഹസികമായ യാത്ര ചെയ്തത്. അങ്ങനെ പത്രോസ് അനേക വീടുകളിൽ കയറി ഇറങ്ങി അന്വേഷിച്ചതിൻ്റെ ഫലമായി അവസാനം പൊടി കിട്ടി. എന്താണ്? കണ്ടുപിടിച്ചു. ഏലിക്കുട്ടി ജീവിച്ചിരുന്നപ്പോൾ ഒരു നന്മ ചെയ്തിട്ടുണ്ട്. അതെന്താണ്? അയലത്തെ മറിയാമ്മ ഒരു ദിവസം നിവൃത്തിയില്ലാതെ ഏലിക്കുട്ടിയുടെ അടുത്ത് വന്ന് ഒരു ചുവന്ന മുളക് കടം വാങ്ങിച്ചു. പക്ഷെ അത് തിരിച്ചു കൊടുക്കാൻ പറ്റി. അപ്പം അങ്ങനെ കടം കൊടുത്തിട്ട് തിരിച്ചു കിട്ടാത്ത ഈ ചുവന്ന മുളക് ഏലിക്കുട്ടിയുടെ കണക്കിൽ അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പത്രോസിന് പ്രത്യാശയായി, ആശ്വാസമായി. ഈ മുളകിൻ്റെ കെയർ ഓഫിൽ നമുക്ക് ഏലിക്കുട്ടിയെ സ്വർഗത്തിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ദൈവത്തോട് പറഞ്ഞിങ്ങനെ ഏലിക്കുട്ടിയുടെ അക്കൗണ്ടിൽ ഒരു മുളക് കിടപ്പുണ്ട്. അപ്പോൾ ദൈവം പറഞ്ഞു, കുഴപ്പമില്ല, അത് മതി, എന്തെങ്കിലും ഒരു പഴുത് മതിയല്ലോ, ഒരു വറ്റൽ മുളക്, ചുവന്ന മുളക്, അത് മതി. നീ ഒരു കാര്യം ചെയ്യും, ഒരു വലിയ നീളമുള്ള വടമെടുത്ത് ഈ മുളക് അതിൻ്റെ അറ്റത്ത് കെട്ടി നീ താഴോട്ടിറക്ക. ഈ മുളക് നരകത്തിലെത്തുമ്പോൾ ഏലിക്കുട്ടിയോട് പറയണം, നീ ചാടി പിടിച്ചോ. അവളത് പിടിക്കുമ്പോൾ നീ അത് വലിച്ച് അങ്ങ് സ്വർഗത്തിലോട്ട് കൊണ്ടുവന്നാൽ മതി. അപ്പോൾ സ്വന്തം വറ്റൽ മുളകിൻ്റെ കെയർ ഓഫിൽ ആ നന്മ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു എന്ന അടിസ്ഥാനത്തിൽ ഈ ഭക്തയായ സ്ത്രീക്ക്, ഏലിക്കുട്ടിക്ക് സ്വർഗം പുൽകാമല്ലോ, സ്വർഗം പ്രാപിക്കാമല്ലോ. അപ്പോൾ പത്രോസ് അതുപോലെ ഒട്ടും താമസിയാതെ പെട്ടെന്ന് തന്നെ ഒരു വലിയ അനന്തമായ നീളമുള്ള ഒരു വടമെടുത്ത് ഒരു വറ്റൽ മുളക് അതിൻ്റെ അറ്റത്ത് കെട്ടി താഴോട്ടിങ്ങനെ ഇറക്കുകയാണ്. ഒരു 1.5 ദിവസം എടുത്തു. അതവസാനം ഈ വറ്റൽ മുളക് വഹിക്കുന്ന വടം നരകത്തിലെത്തി. അത് നേരെ ഏലിക്കുട്ടിയുടെ തലയുടെ മുകളിലെത്തി. ആ സമയത്ത് ഒരു വലിയ ശബ്ദം, നിൻ്റേതായ മുളകിൽ പിടിച്ച്
നീ ഉയരത്തിലേക്ക് കടന്നു വരിക, സ്വർഗം നിനക്കായി ഒരു പാർപ്പിടം ഒരുക്കിയിരിക്കുന്നു. അപ്പോൾ ഏലിക്കുട്ടി അതീവമായി സന്തോഷിച്ചു. ഒരു 10-20 ഗ്ലോറിയും ഹല്ലേലൂയയും പൊട്ടിച്ചു. എന്നിട്ട് ചാടി ഈ മുളകയിൽ ഒരു പിടുത്തം പിടിച്ചു. ഏലിക്കുട്ടി മുളകയിൽ പിടിച്ചതും പത്രോസ് ഈ വടം മേപ്പോട്ട് വലിക്കാൻ തുടങ്ങി. ആ വടം മേപ്പോട്ട് വലിക്കുന്നതിനനുസരിച്ച് മേരിക്കുട്ടി പൊങ്ങാൻ തുടങ്ങി. മേരിക്കുട്ടി ഇങ്ങനെ പൊങ്ങാൻ തുടങ്ങുന്നത് കണ്ട് അടുത്ത് നിന്ന ചേച്ചേമ്മയും ലില്ലിക്കുട്ടിയും മറിയാമ്മയും ഒക്കെ ഏലിക്കുട്ടിയുടെ കാലെ പിടിച്ചു. അപ്പോൾ ഒന്നിനു പുറകെ ഒന്നായി ഓരോ സ്ത്രീകൾ ഇങ്ങനെ മേപ്പോട്ട്, ഈ വടത്തിൻ്റെ നീളം പോലെ സ്ത്രീകളുടെ നീളമാണ്. ഒരു സ്ത്രീയുടെ കാലിൽ മറ്റൊരു സ്ത്രീ, ആ സ്ത്രീയുടെ കാലിൽ മറ്റൊരു സ്ത്രീ, അങ്ങനെ സ്ത്രീകളുടെ ഒരു വലിയ ശൃംഖല നരകത്തിൽ നിന്ന് സ്വർഗത്തിലോട്ട് പോവുകയാണ്. ആദ്യമൊക്കെ നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്ന ആ ഒരു ആഹ്ലാദത്തിൽ ഏലിക്കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. ഒത്തിരി അങ്ങ് ഉയരത്തിൽ ചെന്നപ്പോൾ കാലിൽ ഒരു തൂക്കം ഏലിക്കുട്ടിക്ക് അനുഭവപ്പെട്ടു. ഇതെന്താണെന്നറിയാനായിട്ട് താഴോട്ട് നോക്കിയപ്പോൾ ഏലിക്കുട്ടിക്ക് മനസ്സിലായി കാര്യം ഇച്ചിരി പെശകാണ്. ഈ പെണ്ണുങ്ങളെല്ലാം എൻ്റെ കെയർ ഓഫിൽ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോകുന്നു. എൻ്റെ വറ്റൽ മുളകിൻ്റെ കെയർ ഓഫിൽ ഈ തേവിടിശികളെല്ലാം നരകം മാത്രം അർഹതയുള്ള ഈ തേവിടിശികളെല്ലാം സ്വർഗത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ഏലിക്കുട്ടി പറഞ്ഞു, അങ്ങനെ അത് വേണ്ട, എൻ്റെ മുളകിൻ്റെ കെയർ ഓഫിൽ നിങ്ങൾ അങ്ങനെ സൂഹിക്കേണ്ട എന്ന് പറഞ്ഞ് കൈ അങ്ങ് വിട്ടു. ഇവരെല്ലാം കൂടെ ചക്ക വെട്ടിയിടുന്നത് പോലെ നരകത്തിലോട് തിരിച്ചു വീണു. അപ്പോൾ ദൈവം പത്രോസിനോട്, എടാ പത്രോസെ, ഞാൻ പറഞ്ഞതല്ലേ, ഏതെല്ലാം വിധത്തിൽ ശ്രമിച്ചാലും അവളെ സ്വർഗത്തിലോട്ട് കൊണ്ടുവരാൻ ഒക്കത്തില്ല, കാരണം അവരുടെ ഉള്ളിലിപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒരു കഥ ഞാൻ ഓർക്കാൻ ഈ മാർത്തോമ എരിവുകാരനായ മാന്യ സുഹൃത്തിൻ്റെ പ്രതികരണത്തിൽ കൂടെ ഇടയായി. അതായത് അദ്ദേഹം അവിടെ സംഭവിച്ച കാര്യത്തിൻ്റെ സത്യാവസ്ഥ കാണിച്ചൊരു ഓഡിയോ ക്ലിപ്പ് ഇട്ടാൽ എനിക്ക് റീച്ച് കൂടും, ഞാൻ സ്വർഗത്തിൽ പോകും. അതെങ്ങനെയാണ് ഒരു മാർത്തോമ വിശ്വാസി സഹിക്കുന്നത്? ഒരു സ്ത്രീയുടെ വറ്റൽ മുളകിൻ്റെ കെയർ ഓഫിൽ മറ്റ് സ്ത്രീകൾ സ്വർഗത്തിൽ പോകുന്നത് സഹിക്കാൻ എന്ന് പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിൻ്റെ ഓഡിയോ ക്ലിപ്പിൻ്റെ കെയർ ഓഫിൽ ഞാൻ സ്വർഗത്തിൽ ചെന്നാൽ മാർത്തോമ സഭ എങ്ങനെ സഹിക്കും? മാർത്തോമ വീരന്മാർ എങ്ങനെ സഹിക്കും? ഇതാണ് നമ്മുടെ ആത്മീയത, ഇതാണ് നമ്മുടെ സംസ്കാരം, ഇതാണ് നമ്മുടെ മേന്മ, ഇതാണ് സുറിയാനി ക്രിസ്ത്യാനിയുടെ DNA എന്ന് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടെയാണിത് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനെൻ്റെ ചെറുപ്പത്തിലെ ഏലിയാമ്മച്ചേടത്തിയെ ഒന്ന് ഓർത്തത്. ഇതിങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നും ആളുകൾ പറഞ്ഞുണ്ടാക്കിയതാണെന്നും പരദൂഷണമാണെന്നൊക്കെ പലരും പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവത്തിൽ ഏതോ ഒരു മർമ്മം അടങ്ങിയിട്ടുണ്ട് എന്നതുകൊണ്ട് അത് വീണ്ടും ഒന്ന് ഓർത്തെടുത്തതിൽ അപാകതയില്ല എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളും അപ്രകാരം തന്നെ കരുതുമെന്ന പ്രത്യാശയിൽ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.